ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എക്സെപ്റ്റ് ഫ്രം ടോട്ടൽ എക്ലിപ്സ് ബൈ ആനി ഡിലർഡ്. ആനി ഡിലർഡ് ഒരു വെൽ നോൺ അമേരിക്കൻ റൈറ്ററാണ്. അവരുടെ വർക്ക്സ് എല്ലാം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രകൃതിയിൽ സാധാരണയായി കാണുന്ന പല പ്രക്രിയകളും അല്ലെങ്കിൽ പല കാര്യങ്ങളെയും അവർ ജീവിതത്തിൻ്റെ ഡീപ്പർ മീനിങ്സിലോട്ട് കണക്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു പബ്ലിക്കേഷൻ എ കളക്ഷൻ ഓഫ് എസ്സേസിൻ്റെ പേര് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, പിൽഗ്രിം അറ്റ് ടിൻഡർ ക്രീക്ക്. അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ചാപ്റ്റർ ടോട്ടൽ എക്ലിപ്സ് എന്ന് പറയുന്നത് ഒരു എസ്സേ ആണ്. അവരുടെ തന്നെ ഒരു കളക്ഷൻ ഓഫ് എസ്സേസ് ആയിട്ടുള്ള ടീച്ചിങ് എ സ്റ്റോൺ ടു ടോക്ക് എക്സ്പെഡീഷൻസ് ആൻഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് എസ്സേസിലെ ഒരു എസ്സേ ആണ് ടോട്ടൽ എക്ലിപ്സ്. ആ ടോട്ടൽ എക്ലിപ്സ് എന്ന് പറയുന്ന എസ്സേയുടെ ഒരു ഭാഗം മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ഇതിൽ പറയുന്നത് 1979 അവർ കണ്ട ഒരു സോളാർ എക്ലിപ്സിൻ്റെ വിശദീകരണമാണ്. വാഷിങ്ടൺ DC കണ്ടിട്ടുള്ള ഒരു സോളാർ എക്ലിപ്സിൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോളാർ എക്ലിപ്സ് എന്താണ്? എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിൽ മൂണ് വരുന്നു. അപ്പോൾ ആ മൂണ് വരുമ്പോൾ സണ്ണിനെ മറയ്ക്കുന്നു. അപ്പോൾ ഒരു ഷാഡോ നമ്മുടെ എർത്തിൽ വന്ന് പതിക്കുന്നു. ആ ഒരു സംഭവം ഒരു നാച്ചുറൽ ഫിനോമിനനാണ്, പ്രകൃതിയിൽ സാധാരണയായി കാണുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ആ ഒരു പ്രക്രിയയെ ഇവിടെ വളരെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടാണ് ഇവിടെ ആനി ഡിലർഡ് പറയുന്നത്. അതായത് ആനി ഡിലർഡിൻ്റെ ഫീലിങ്സിനെയും തോട്ട്സിനെയും ഇമോഷൻസിനെയും എല്ലാം ഈ ഒരു സോളാർ എക്ലിപ്സ് വളരെയധികം ബാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സെപ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് അവരവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ റീകോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവരിപ്പോൾ ഒരു റീജിയനിൽ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. അവർക്ക് ആ സ്ഥലത്ത് മടുത്തു, എനിക്ക് മതിയായി, അവർക്കൊരു ടെംപ്റ്റേഷൻ തോന്നുകയാണ്, ഒരു ഏർജ് തോന്നുകയാണ്, എനിക്ക് ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് പോകണം. കാരണം ഞാൻ ഓൾറെഡി ഈ സ്ഥലത്ത് നിന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, എനിക്ക് ഒരുപാട് പെയിൻഫുൾ മെമ്മറീസ് ഉണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതി. അപ്പോൾ വർഷം 2 കഴിഞ്ഞു, ഓൾറെഡി 2 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് ഇത് തന്നെയാണ്, ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് കാരണം അവർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, എന്തിനാണ് ഞാൻ ഇനി ഇവിടെ നിന്ന് സഫർ ചെയ്യേണ്ട കാര്യം എന്നൊക്കെയാണ് അവർ പറയുന്നത്. 2 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 2 വർഷം കഴിഞ്ഞപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ കൂടിയിട്ട് പോലും ഞാൻ വീണ്ടും ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ വീണ്ടും റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അതാണ് ഒരു സെൻറ്റൻസ്. ഐ റിട്ടേൺ ടു ദ സെയിം ബറീഡ് അലൂവിയൽ ബെഡ്സ് ആൻഡ് പിക്ക് ത്രൂ ദ സ്ട്രാറ്റ അഗെയിൻ. അതായത് ഷീ കമ്പയർസ് ഹർ റിട്ടേൺ ടു ദ മെമ്മറീസ് ലൈക്ക് ദി ഡിഗിങ് ത്രൂ ദ ലെയേഴ്സ് ഓഫ് ദി എർത്ത്. അതായത് അവർ വീണ്ടും ആ മെമ്മറിയെ, ആ എക്സ്പീരിയൻസിനെ റീവിസിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ ഈ ഡിഗിങ്ങിനെ, അല്ലെങ്കിൽ നമ്മൾ ചെകയുക എന്നൊക്കെ പറയില്ലേ, ചില കാര്യത്തെ പറ്റി നമ്മൾ ആലോചിച്ച് ചെകയും എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഭയങ്കരമായി ആലോചിച്ച് കൂട്ടും എന്നുള്ള പോലെയാണ് അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടും അവർ ആലോചിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ ആ സോളാർ എക്ലിപ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതായത് രാവിലെ തന്നെ അവർ എണീറ്റ് ആകാശത്ത് നോക്കിയപ്പോൾ സണ്ണിങ്ങനെ മെല്ലെ ഡിസപ്പിയറിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഡാർക്ക് റൗണ്ട് ഷേപ്പിലുള്ളൊരു സാധനം ആകാശത്ത് കാണാൻ തുടങ്ങി. എന്താണ് ആ സംഭവം? അത് നമ്മുടെ മൂണാണ്, ചന്ദ്രനാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്നു. അപ്പോൾ സൂര്യനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ ഫ്രണ്ടിൽ ചന്ദ്രൻ വന്ന് നിൽക്കുമ്പോൾ സൂര്യനെ പാർഷ്യലി കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. പക്ഷേ സൂര്യൻ്റെ ഒരു ഔട്ടർ ലെയർ ആ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. സൂര്യൻ ഭയങ്കര വലുതാണ്, ചന്ദ്രൻ ഇത്തിരി ചെറുതാണല്ലോ. അപ്പോൾ സൂര്യൻ്റെ മുക്കാലും കവർ ചെയ്യും, ബാക്കി പുറമേ ഒരു ഗോൾഡൻ കളറിലൊരു ലെയർ ഇങ്ങനെ കുറച്ചിങ്ങനെ ബ്രൈറ്റായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതായിട്ട്, ഒരു ലൈറ്റ് ഇങ്ങനെ ഷൈൻ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് തോന്നും. ആ ഒരു ലെയർ മാത്രമേ കാണാനുള്ളൂ. പക്ഷേ മൂണിങ്ങനെ കറുത്ത് ഇങ്ങനെ ഭയങ്കര ഇനോർമസ് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ആ മൂണിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂണാണെന്നേ നമുക്ക് തോന്നില്ല. നമ്മളിപ്പോൾ രാത്രി അമ്പിളിയമ്മാവനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മൂണ്? വളരെ ഒരു പെയിൽ വൈറ്റിലായിട്ട് വളരെ ശാന്തനായി നിൽക്കുന്ന ഒരു ചന്ദ്രനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇവിടെ വളരെ കറുത്ത് അങ്ങനെ നമുക്കൊരു പേടിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ചന്ദ്രനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ആനി പറയുന്നത് അവർക്ക് അത് മൂണാണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ലായിരുന്നു. ഓൾറെഡി ആനിക്ക് എക്ലിപ്സിനെ പറ്റിയിട്ട് കുറച്ച് ധാരണയുണ്ടായിരുന്നു. അവരതിനെ പറ്റിയിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവർക്കത് മനസ്സിലായത് അത് മൂണാണ്. ഇനി എക്ലിപ്സിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ലാത്ത ഒരാൾ വന്നിട്ട് ഈ മൂണിനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് അത്രമേൽ പേടിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറും ചന്ദ്രൻ എന്നാണ് പറയുന്നത്. അതായത് ആ സൈറ്റ് കാണുമ്പോൾ നമുക്ക് അത്രയും പേടിയാണ് എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, 840 AD എംപറർ ലൂയിസ് ഓഫ് ബവാരിയയ്ക്ക് ഈ സോളാർ എക്ലിപ്സിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടപ്പോൾ ആ സ്പോട്ടിൽ തന്നെ പേടി കൊണ്ട് ആ സ്പോട്ടിൽ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഡേഞ്ചറായിട്ടുള്ളൊരു സൈറ്റായിരുന്നു അത് എന്നാണ് പറയുന്നത്. ഇനി ഈ മൂണിനെ കണ്ട മൂണിനെ പോലെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒരു ഡ്രാഗനെ പോലെ അല്ലെങ്കിൽ ഡ്രാഗനേക്കാൾ
മുകളിൽ അത്രമേൽ പേടിപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് ഇവിടെ മൂണിനെ പറയുന്നത്. ഇറ്റ് ഡിഡൻ ലുക്ക് ലൈക്ക് ദ മൂൺ അറ്റ് ഓൾ ഈവൻ ദോ ഷീ ന്യൂ ഇറ്റ് വാസ് ദ മൂൺ. ഇൻസ്റ്റെഡ് ഇറ്റ് ലുക്ക്ഡ് മോർ ലൈക്ക് സംതിങ് മിസ്റ്റീരിയസ് ഓർ ടെറിഫൈങ്, ലൈക്ക് എ ഡ്രാഗൺ ഓർ റാദർ ദാൻ ദ ഫെമിലിയർ ഷേപ്പ് ഓഫ് ദ മൂൺ. അതായത് മൂണിനെക്കാട്ടിലും വ്യത്യസ്തപരമായി എന്തോ. നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ അതിൻ്റെ ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളൊരു കറുത്ത കളറിലൊരു കവറിങ് നമുക്ക് കിട്ടും. ഇപ്പോൾ നൈക്കൺ അല്ലെങ്കിൽ കാനോൺ അല്ലെങ്കിൽ സോണിയുടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ കവറിങ് കിട്ടും. അതുപോലെ അത്രമേൽ കറുത്ത ഒന്നായിരുന്നു മൂൺ ആ സമയത്ത്. അല്ലെങ്കിൽ നമ്മളൊരു പോട്ട്, ഒരു ചട്ടിയുടെ എന്തെങ്കിലുമൊക്കെ മൂടികൾ നമ്മൾ പറയില്ലേ, മൂടി അടച്ചു വയ്ക്കുന്ന, അതിങ്ങനെ കറുത്തിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. അതുപോലെ ആയിരുന്നു നമ്മുടെ സോളാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാശത്ത് നിന്ന് പെട്ടെന്ന് ഒരു സംഭവം അങ്ങോട്ട് അപ്പിയറായി. അതാണ് നമ്മുടെ സോളാർ എക്ലിപ്സ്. ഒരു കറുത്ത ഫ്ലാറ്റായി കിടക്കുന്ന ഒരു സാധനം ആകാശത്ത് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സണ്ണിൻ്റെ കൊറോണ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൊറോണ എന്ന് പറയുന്നത് ദ ഗ്ലോയിങ് ഔട്ടർ ലെയർ ഓഫ് ദ സൺ. ജസ്റ്റ് ആ ഒരു ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണും, ഒരു കറുത്ത സംഭവത്തിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു ഗോൾഡൻ കളറിലൊരു വലയം നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അതാണ് ഇവർ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫിൽ അവർ ഈ സൂര്യഗ്രഹണത്തിനെ ഒരു മഷ്റൂം ക്ലൗഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. മഷ്റൂം ക്ലൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷന് ശേഷം ആകാശത്ത് ഇങ്ങനെ പുക അങ്ങനെ മഷ്റൂമിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് നമ്മൾ പല ഫോട്ടോസിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് സോളാർ എക്ലിപ്സിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അത്രമേൽ ഭയാനകരമാവും, പാനിക്ഡ് ആവും, ഷോക്ക്ഡ് ആവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സോളാർ എക്ലിപ്സ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വിഷ്വലി അമേസിങ്, നല്ലൊരു ഭംഗിയുള്ള സംഭവമാണ്. പക്ഷെ ഒരു മഷ്റൂം ക്ലൗഡ് പോലെ തോന്നുകയാണെങ്കിൽ നമുക്കത് അത്രമേൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു വിഷനായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൂരെ നിന്ന് നമ്മളൊരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ വലിയ മഷ്റൂം ക്ലൗഡൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ നമ്മളത് നോക്കി നിൽക്കുമോ? നല്ല ഭംഗിയുള്ള മഷ്റൂം ക്ലൗഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമോ? ഇല്ല, നമുക്കത് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര പേടിയാവും അല്ലേ. അയ്യോ, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ സംഭവിക്കേണ്ടത്, നമുക്ക് പോവാം എന്ന് നമ്മൾ പറഞ്ഞു പോവാം. അല്ലാണ്ട് അപ്പുറത്തെ ആളോട് ഇവർ നല്ല ഭംഗിയുള്ള ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ് നിൽക്കുമോ? നിൽക്കില്ല. അപ്പോൾ അതുതന്നെയാണ് അവരിവിടെ പറയുന്നത്. അത്രമേൽ പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അപ്പോൾ അത് കണ്ടു നിൽക്കാൻ തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സോളാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ മനുഷ്യന്മാർ ഒരു വസ്തുവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിലാണ് ആ ഒരു വസ്തു പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഓൺലി ബിക്കോസ് പീപ്പിൾ ഗിവ് ദം ഇമ്പോർട്ടൻസ്. അപ്പോൾ എക്ലിപ്സ് എന്ന് പറയുന്ന ഈ ഒരു മിസ്റ്റീരിയസ് ആൻഡ് പവർഫുൾ ഈവൻറ്റിന് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ പ്രത്യേകിച്ചൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതുകൊണ്ട് ഇതിനെ ആരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻ്റ് ആയിട്ട് കൺസിഡർ പോലും ചെയ്യാറില്ല. പക്ഷേ ആനി ഡില്ലറിനെ സംബന്ധിച്ച് ഇത് വളരെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് ഈവൻ്റ് ആണ് എന്നുകൂടെ ആ പാരഗ്രാഫിൽ പറയുന്നു. അടുത്ത പാരഗ്രാഫിൽ അവർ പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഡീപ്പ് ഇൻസൈഡേഴ്സ് നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടാവും, ഭയം, അശാന്തി, ക്രൂരത അല്ലെങ്കിൽ വയലൻസ്, ഇവയെല്ലാം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും എന്ന് നമ്മുടെ സൈക്കോളജി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും വീണ്ടും ചകഞ്ഞ് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സയൻസിന്, ശാസ്ത്രത്തിന് പോലും പറയാൻ പറ്റാത്ത, വിശദീകരിക്കാൻ പറ്റാത്ത ഒരു തരം ഫോഴ്സ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഒരു തരം ഫൗണ്ടേഷൻ ഉണ്ട്. ഈ ഫൗണ്ടേഷനാണ് എല്ലാത്തിനെയും പിടിച്ചു നിർത്തുന്നത്, അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയായിട്ടാണ് ഈ ഫോഴ്സിനെ പറയുന്നത്. സബ്സ്ട്രേറ്റ് എന്ന് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഈ ഒരു ശക്തിയാണ് ഗുഡ്നെസ്സിനെ കുറച്ചും കൂടെ നല്ല മോർ ഗുഡ് ആയിട്ട് മാറ്റാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈവിളിനെ കുറച്ചുകൂടെ മോർ പവർഫുൾ ആയിട്ടുള്ള ഈവിളാക്കി മാറ്റാൻ, അതായത് നല്ലതിനെ കൂടുതൽ ശക്തമാക്കുകയും ചീത്തയെ അതിൻ്റെ ശക്തിയോടെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മനുഷ്യർ തമ്മിലുള്ള പരസ്പര കരുതലിനും ഇവരുടെ ഒന്നിച്ചുള്ള ജീവിതത്തിനും വിലപിടിക്കാനും കാരണമാകുന്നതും ഇത് തന്നെയാണ്. അതായത് പരസ്പരം നമുക്കൊരാളെ കെയർ ചെയ്യുക, ഇതിനൊക്കെ ഈ ഒരു ശക്തിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ശക്തി ഒരിക്കലും നമ്മളൊന്ന് പഠിച്ചെടുക്കുന്ന ഒന്നല്ല, നമുക്ക് എല്ലാവർക്കും ജന്മന ഉള്ള ഒന്നാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ എക്ലിപ്സ് അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എക്ലിപ്സ് കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റുപാടുമുള്ള എല്ലാം വളരെ ശാന്തമായി മാറുകയാണ്, വളരെ ഡാർക്കായിട്ടും വളരെ ശാന്തമായിട്ടും ഇങ്ങനെ മാറുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള ആ ഒരു വേൾഡിനെയല്ല നമുക്കിപ്പോൾ കാണുന്നത്, വളരെ തികച്ചും അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് നമുക്കവിടെ കാണുന്നത്. എക്ലിപ്സ് അവിടെ അവസാനിച്ചുവെങ്കിലും
അവിടെ ഒരു ഫീലിംഗ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓർ എംപ്റ്റിനെസ് നമുക്ക് അവിടെ വീണ്ടും കണ്ടുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ആനിയുടെ തോട്ട്സും ഇമോഷൻസും എല്ലാം വളരെ സൈലൻ്റായി. അവൾ സ്വന്തം ബോഡിയിൽ നിന്നും ഡിറ്റാച്ച്ഡായിട്ട് അവൾക്ക് വളരെ ടയേർഡാവുകയും അവൾ വളരെ വീക്കായി പോകുന്നതൊക്കെ ആയിട്ട് അവൾക്ക് തോന്നുകയാണ്. അപ്പോൾ ചുറ്റുമുള്ള മലകളും എല്ലാം വളരെ സൈലൻ്റായി, ആസ് ഇഫ് ആ മലകളൊന്നും എക്സിസ്റ്റേ ചെയ്യുന്നില്ല എന്നുള്ള പോലെ രീതിയിലേക്ക് ആയി. അവൾ ആകാശത്ത് നോക്കിയപ്പോൾ ആകാശത്ത് എന്തോ ഒരു വലിയ ഡിസാസ്റ്റർ നടന്നതിന് ശേഷം ഒരു ഗർത്തം പോലെ ഒരു സൂര്യഗ്രഹണത്തിനെ അവൾക്ക് കാണാൻ പറ്റി. ഇവിടെ പറയുന്നുണ്ട്, അപ്പ് ഇൻ ദ സ്കൈ ലൈക്ക് എ ക്രേറ്റർ ഫ്രം സം ഡിസ്റ്റൻറ്റ് കാറ്റക്ലിസം വാസ് എ ഹോളോ റിംഗ്. കാറ്റക്ലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ഡിസാസ്റ്റർ എന്നാണ് പറയുന്നത്. ഒരു ഡിസാസ്റ്ററിന് ശേഷം ഒരു വലിയ ഗർത്തം പോലെ എന്തോ ആകാശത്ത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒരു ഡീപ്പ് ഹോള് പോലെ എന്തോ ആകാശത്ത് രൂപപ്പെട്ടിരിക്കുകയാണ് ഈ സോളാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് സോളാർ എക്ലിപ്സിൻ്റെയൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമുക്ക് കുറേ ഫോട്ടോസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്? ഈ ഫോട്ടോസ് ടെലസ്കോപ്പിലൂടെയൊക്കെ ആയിരിക്കും അല്ലേ എടുക്കുന്നുണ്ടാവുക. അത്രമേലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആയതുകൊണ്ട് നമുക്ക് സൂം ചെയ്ത് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടണമെങ്കിൽ ടെലസ്കോപ്പ് വേണം, അല്ലെങ്കിൽ ലെൻസസ് ഓഫ് ദ ടെലസ്കോപ്സ് ഓർ ക്യാമറാസ്. അത് നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഇവിടെ അവർ പറയുന്നുണ്ട്, ഈ എക്ലിപ്സിൻ്റെ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കറുത്ത ഒരു ഫ്ലാറ്റായി കിടക്കുന്ന ഒരു സംഭവത്തിന് ചുറ്റും ഗോൾഡൻ ഗ്ലോയിങ് റിങ്, അതായത് കൊറോണ ഓഫ് സണ്ണിനെ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കൊരു ഫോട്ടോ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ വളയം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്യാമറയിലൂടെ എടുക്കുന്ന പലതും അതിൻ്റെ ഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ പകർത്താൻ സാധിക്കില്ല. അതായത് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും, പക്ഷേ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് നേരിട്ട് കണ്ടവർക്ക് മാത്രമാണ് അതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ആനി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, വേർഡ്സ്, അതായത് എഴുതിക്കൊണ്ട് ആ ഒരു സോളാർ എക്ലിപ്സ് അവരെ എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ വേർഡ്സിന്, ഈ വാക്യങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫുൾ ഇമോഷൻസ് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിലും ഈ ഒരു ഫോട്ടോസിലൂടെ നമുക്ക് ആ ഒരു സോളാർ എക്ലിപ്സിൻ്റെ ഇമോഷണൽ എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കില്ല. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ആട്ടിടയന്, ഒരു ഷെപ്പേർഡിന് നമ്മളൊരു ക്രിസ്മസ് കാർഡ് കൊടുക്കുകയാണ്. അതിലൊരു ഏഞ്ചലിൻ്റെ, ഒരു മാലാഖയുടെ ഫോട്ടോ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആട്ടിടയന് അതിനെ കണ്ടിട്ട് പേടിയൊന്നും തോന്നില്ല, ആ ഒരു ഫോട്ടോ അല്ലേ. അതേസമയം ആ ഒരു മാലാഖ അദ്ദേഹത്തിന് മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ എന്താണ്, അയ്യോ അമ്മേ, ആ ഒരു എക്സ്പീരിയൻസ് അത് എന്തായാലും ഡിഫറെൻ്റ് ആണ് അല്ലേ. അതുപോലെയാണ് ഈ ഫോട്ടോയിൽ കാണുന്നതല്ല, നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. അത്രമേൽ പവർഫുള്ളായിട്ടും ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ സോളാർ എക്ലിപ്സ്. അതിന് ഒരിക്കലും ഒരു പടം കൊണ്ടോ ഒരു ഇമേജ് കൊണ്ടോ വേർഡ്സ് കൊണ്ടോ നമുക്ക് ട്രൂലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എന്ന് പറയുന്നു. അടുത്തത് അവർ പറയുന്നുണ്ട്, ദർ ആർ സ്കേറിയർ തിങ്സ് ഇൻ ദ വേൾഡ് ദാൻ ജസ്റ്റ് എ ഫോട്ടോഗ്രാഫ് ഓഫ് സൺസ് കൊറോണ. അതായത് ഈ സോളാർ എക്ലിപ്സിൻ്റെ ഫോട്ടോനെക്കാട്ടിലും ഒരുപാട് ഭയാനകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലും മാഗസീൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ. ഓരോ കൊലപാതകങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പക്ഷേ റൈറ്ററെ സംബന്ധിച്ചിട്ട് ആകാശത്ത് കാണുന്ന അത്രയും ടെറിഫൈങ് ആയിട്ടുള്ള സൈറ്റായിരുന്നു ടോട്ടൽ എക്ലിപ്സിൻ്റേത് എന്നാണ് പറയുന്നത്. ആകാശത്തിലെ ഏറ്റവും പ്രശ്നമായിട്ടുള്ള സൈറ്റായിരുന്നു ടോട്ടൽ എക്ലിപ്സ്. അത് വേറെ ഒരാളും കാണേണ്ട കാര്യമില്ല, അത് അത്രമേൽ പേടിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആരും ഇനി അങ്ങനത്തെ ഒരു സൈറ്റ് ആകാശത്ത് കാണല്ലേ എന്നാണ് അവർ പറയുന്നത്. അടുത്ത പാരഗ്രാഫിലും അവർ പറയുന്നത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ്. അതായത് ചുറ്റുമുള്ള എൻറ്റയർ വേൾഡ് വളരെ ഡാർക്കായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. ഹിൽസും റിവർ വാലീസും എല്ലാം വളരെ ഡാർക്കാണ്. ടൗണിലെ ലൈറ്റ്സ് ദൂരെ നിന്ന് വിസിബിളാണ്. ഇനി നമ്മളുടെ തന്നെ ദേഹത്തുള്ള വസ്ത്രങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഇരുട്ട് കാരണോട് നമുക്ക് പൂർണ്ണമായിട്ടും അത് വിസിബിൾ അല്ല, നമുക്കത് പല സ്ഥലത്തും ബ്ലേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇനി നമ്മുടെ ഭർത്താവിൻ്റെ മുഖം പോലും നമുക്ക് ഈ ഒരു ഇരുട്ട് കാരണോട് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിനെ വളരെ കറുത്തിട്ടും അല്ലെങ്കിൽ വളരെ വയസ്സായിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ആകാശത്തിൻ്റെ കളറ് ബ്ലാക്കും ബ്ലൂവും കൂടെ കലർന്ന ഒരു മിശ്രിതമായിട്ടുള്ള ഒരു രീതിയിലാണ് കാണുന്നത്. അങ്ങനെ സ്കൈ ലുക്സ് സ്ട്രേഞ്ച്. അതുപോലെ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്, അൺഫെമിലിയർ ആയിട്ടുള്ള നക്ഷത്രങ്ങൾ, ഇതുവരെ കാണാത്ത പല നക്ഷത്രങ്ങളെയും കാണുന്നു. കുറച്ചിങ്ങനെ വളരെ ചെറിയ അവിടെയും ഇവിടെയായിട്ട് കുറച്ച് മേഘങ്ങളെ കാണുന്നുണ്ട്.
അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ടൈനി വൈറ്റ് റിങ് എന്ന് പറയുന്നുണ്ട്. അതാണ് എന്ത്, നമ്മുടെ സണ്ണിൻ്റെ കൊറോണ. അതായത് ഈ മൂൺ ഇങ്ങനെ സണ്ണിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ചുറ്റും കാണുന്ന ഒരു ചെറിയ വളയം, ഒരു ഗ്ലോയിങ് ലൈറ്റിൻ്റെ ഒരു വളയം, അത് മാത്രമാണ് കാണുന്നത്. ഈ വൈറ്റ് റിങ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ആകാശത്ത് വളരെ ചെറുതായിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് കമ്പയർഡ് ടു എ സിംഗിൾ ഗൂസ് ഇൻ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് മൈഗ്രേറ്റിംഗ് ബേർഡ്സ്. ഗൂസ് എന്ന് പറയുന്നത് ഒരു തരം മൈഗ്രേറ്റിംഗ് ബേർഡാണ്. അതുപോലെ തന്നെ ഒരു വാട്ടർ ബേർഡാണ്, അതായത് വെള്ളത്തിന് മേലെ സഞ്ചരിച്ച് ജീവിക്കുന്ന ഒരു പക്ഷിയാണ്. അതുപോലെ താറാവുമായിട്ട് ഡക്കുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ രണ്ടും വേറെ വേറെയാണ്. അപ്പോൾ ഇവർ പ്ലൂരലിനെ ഗീസ് എന്ന് വിളിക്കും. ഇവർ മൈഗ്രേറ്റിംഗ് ബേർഡ് ആയതുകൊണ്ട് ഇങ്ങനെ ഇവർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറേ കൂട്ടമായിട്ടല്ലേ മൈഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിലെ ഒരു ഗൂസാണ് എന്ത് നമ്മൾ പറയുന്നത്, സ്മോൾ വൈറ്റ് റിംഗ് ആയിട്ടുള്ള സണ്ണിൻ്റെ കൊറോണ എന്ന് പറയുന്നത്. അതായത് അത്രമേൽ ചെറുതാണെന്നാണ് പറയുന്നത്. അതുപോലെ ദ റിംഗ് ഈസ് സോ ടൈനി മേക്കിംഗ് അപ്പ് ജസ്റ്റ് 1/306 പാർട്ട് ഓഫ് ദ സ്കൈ. അതായത് സ്കൈ 360 പാർട്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് ഈ സണ്ണിൻ്റെ കൊറോണ അല്ലെങ്കിൽ ടൈനി റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു ചെറിയ കോയിനിൻ്റെ പകുതി പോലും ഇല്ലായിരുന്നു ആ സണ്ണ് എന്നാണ് പറയുന്നത്. ദ സൺ അപ്പിയേഴ്സ് വെരി സ്മോൾ, ഈവൻ സ്മോളർ ദാൻ ഹാഫ് ഓഫ് ദ സ്മോൾ കോയിൻ ഹെൽഡ് അറ്റ് ദി ആംസ് ലെങ്ത്. നമ്മളൊരു കോയിൻ എടുത്ത് നമ്മുടെ കൈയിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പോലും വലുപ്പം ഉണ്ടായിരുന്നില്ല നമ്മുടെ സൂര്യന് എന്നാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത് ദി ക്രാബ് നെബ്യൂല എന്ന് പറയുന്ന ഒരു സ്റ്റാറിനെ പറ്റിയിട്ടാണ്. കോൺസ്റ്റലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റാർസ് ഗ്രൂപ്പായി നിൽക്കുന്നതിനെയാണ് പറയുന്നത്. അങ്ങനെ ടോറസ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റലേഷനിലെ ഒരു സ്റ്റാർ ആയിരുന്നു ക്രാബ് നെബ്യൂല എന്ന് പറയുന്നത്. ഈ സ്റ്റാർ 1054 പൊട്ടിത്തെറിച്ചു, എക്സ്പ്ലോഡായി. അതിനെയാണ് നമ്മൾ സൂപ്പർ നോവ എന്ന് പറയുന്നത്. സൂപ്പർ നോവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പവർഫുൾ എക്സ്പ്ലോഷൻ ദാറ്റ് ഹാപ്പൻസ് വെൻ എ സ്റ്റാർ റീച്ചസ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്. അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോൾ ആ പൊട്ടിത്തെറിയുടെ ആ ഒരു ലൈറ്റ് അടക്കം നമ്മുടെ എർത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോൾ ഇന്നത് ഒരു ചെറിയ സ്മോക്ക് റിങ് പോലെയാണ് നമ്മുടെ സ്പേസിൽ കാണപ്പെടുന്നത്. ഇറ്റ്സ് എ ജെയിൻറ്റ് ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റ്. ഒരു ഗ്യാസും ഡസ്റ്റൊക്കെ മാത്രമായിട്ട് ഇപ്പോൾ ആ സ്റ്റാർ അവിടെ നിലനിൽക്കുന്നു. ഇപ്പോഴും ആ ഒരു സ്റ്റാർ എക്സ്പ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഏകദേശം റേറ്റ് ഓഫ് 70 മില്യൺ മൈൽസ് എ ഡേ ആ ഒരു രീതിയിൽ എക്സ്പ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് എക്സ്പ്ലോഡ് ചെയ്ത ആ സമയത്തെ ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ എടുത്ത് നോക്കിയാലും നമുക്ക് അതിൽ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അതായത് അന്നും അത് എക്സ്പ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും എക്സ്പ്ലോഡ് ആവുന്നുണ്ട്. പക്ഷേ ആ എക്സ്പ്ലോഡ് ഫോട്ടോഗ്രാഫ്സിലൊന്നും നമുക്ക് അത്രമേൽ വിസിബിൾ ആയിട്ടുള്ള ഒന്നല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ലൈക്കൻസ് എന്ന് പറയുന്നതും ഒരു തരം മൈക്രോ ഓർഗാനിസംസ് ആണ്. ആൽഗയും ഫംഗിയും തമ്മിലുള്ളൊരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതാണ് ഈ ലൈക്കൻസ്. അപ്പോൾ ഈ ലൈക്കൻസ് ഇങ്ങനെ മരത്തിലും അവിടെ ഇവിടേക്കായി പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ഓർഗാനിസമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ബോട്ടണിസ്റ്റ് കുറച്ച് ലൈക്കൻസിനെ എടുത്തിട്ട് അതിനെ പരിശോധിക്കുകയാണ്. അങ്ങനെ 50 ഇയർ, അതായത് 50 വർഷത്തെ ഇൻ്റർവെലിൻ്റെ ഇടയിൽ അവരെ പല സമയത്തും അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഇങ്ങനെ നോക്കുമ്പോൾ അവരിൽ പ്രത്യേകിച്ച് വളർച്ചയൊന്നും ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ എങ്കിലും അവരിൽ എന്തുണ്ട്, അവരിൽ വളർച്ചയുണ്ട്, അവരുടെ സെൽ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്, അവർ ജീവിക്കുന്നുണ്ട്. സോ ടൈനി ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ സ്ലോ ദാറ്റ് ഈവൻ ആഫ്റ്റർ 50 ഇയേഴ്സ് ദേ സീം അൺചേഞ്ച്ഡ്. അപ്പോൾ ഇത് ക്രാബ് നെബ്യൂല പോലെ തന്നെ 1054 എക്സ്പ്ലോഡ് ചെയ്തെങ്കിലും ഇപ്പോഴും അതെന്താണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ സംതിങ് അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ എന്താണ്, നമുക്കത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സോളാർ എക്ലിപ്സിൻ്റെ അവസ്ഥയും എന്ന് പറയുന്നു. സോളാർ എക്ലിപ്സും ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോസ്മിക് ഈവൻ്റ് ആണ് അല്ലേ. പക്ഷേ എന്നാലും അതിങ്ങനെ നിലച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്, ഫ്രോസൺ ഇൻ ടൈം. അതായത് ബാക്കിയെല്ലാം ചുറ്റുമുള്ള എല്ലാ സറൗണ്ടിങ്സിനെയും അത് നിലപ്പിച്ചു അല്ലേ. ഒന്നും നമുക്ക് ചുറ്റുമുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല, ഭയങ്കര സ്ട്രേഞ്ചായി തോന്നുന്നു. ചുറ്റുമുള്ളത് എല്ലാം വളരെ ഡാർക്കായി ഫീൽ ചെയ്യുന്നു. സോ ദി ഓഥർ ഈസ് എംഫസൈസിങ് ഹൗ സം തിങ്സ് ആർ ഇൻ മോഷൻ യെറ്റ് അപ്പിയർ സ്റ്റിൽ മേക്കിംഗ് ദം സീം ഡിറ്റാച്ച്ഡ് ഫ്രം ഹ്യൂമൻ കൺസേൺസ്. എങ്കിലും ഈ സോളാർ എക്ലിപ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെങ്കിലും നമ്മളിലെല്ലാം അതിങ്ങനെ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, നമ്മളിൽ തന്നെ ഡിറ്റാച്ച്ഡ് ആക്കി അത് മാറ്റുകയാണെന്നാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അടുത്ത പാരഗ്രാഫിലും ഇത് ഈ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എക്ലിപ്സും അതിന് ബാക്കിയുള്ള കുറച്ച് ആ ഒരു എക്ലിപ്സിൻ്റെ വെളിച്ചവും എല്ലാം വെറും മീനിങ്ലെസ് ആയിട്ട് മാറുകയാണെന്നാണ് പറയുന്നത്. അതിനൊരു വാല്യൂബിൾ ആയിട്ട് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എക്ലിപ്സ് വെറും ഒരു സാധനമായിട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിട്ട് വെറും മാറുകയെന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദി എക്ലിപ്സ് ദ സൺ അപ്പിയർ ടൈനി ആൻഡ് വീക്ക്
ഇറ്റ് സീം ടു ഡിസ്റ്റൻറ്റ് ആൻഡ് പവർലെസ് ടു സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. അതായത് ഈ എക്ലിപ്സിൽ ചന്ദ്രൻ മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് സൂര്യന് അത്രമേൽ പ്രകാശം ഭൂമിയിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ ജീവനുകളെയെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് സൂര്യന് അത്രയ്ക്ക് പറ്റുന്നില്ല. സൂര്യൻ പവർലെസ്സായി മാറുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൂര്യൻ യൂസ്ലെസ്സും ഇൻഎഫക്റ്റീവായിട്ട് മാറുകയാണ്. ലോകത്തിനോ അല്ലെങ്കിൽ ജീവിതത്തിനോ ലൈഫിനോ വേണ്ട വാംത്ത്, ആ ഒരു സപ്പോർട്ട് ഒന്നും ഇപ്പോൾ സൂര്യന് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു സെൻറ്റൻസ് ഉണ്ട്, ഇറ്റ് വാസ് ആസ് യൂസ്ലെസ് ആസ് എ മെമ്മറി. അതായത് ചില മെമ്മറീസ്, ചില ഓർമ്മകൾ നമ്മൾ ആലോചിക്കുമ്പോൾ ചിലത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലേ. ചിലത് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കുറച്ച് സഹായിക്കുന്നതായിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും. ചില ഓർമ്മകൾ നമ്മൾ ആലോചിക്കുമ്പോൾ ചിലത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഓർമ്മകളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, നമ്മളിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അത്തരം ഒരു ഓർമ്മയായിട്ട്, അത്തരം ഒരു യൂസ്ലെസ് ആയിട്ടുള്ള മെമ്മറീനെ നമ്മുടെ സോളാർ എക്ലിപ്സിൽ നിന്ന് വരുന്ന ലൈറ്റുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അതായത് ഈ വൈറ്റ് റിംഗ് ഓഫ് ലൈറ്റിന്, ഈ സോളാർ എക്ലിപ്സിൽ നിന്ന് വരുന്ന ഈ വൈറ്റ് റിംഗ് ഓഫ് ലൈറ്റിന് ഈ വേൾഡിലുള്ള ഒന്നിനെയും സപ്പോർട്ട് ചെയ്യാനോ അതിനെ ബ്രൈറ്റ് ആക്കാനോ അല്ലെങ്കിൽ അതിനെ വാം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ആസ് ഓഫ് കിൽറ്റർ ഹോലോ ആൻഡ് wretched ആസ് എ മെമ്മറി. അതായത് ഈ ഒരു വൈറ്റ് റിങ്ങിൻ്റെ സൈറ്റ്, അതായത് ആ സോളാർ എക്ലിപ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നമുക്കതൊരു സ്ട്രേഞ്ച് ആയിട്ടും ഒരു മീനിങ്ങും ഇല്ലാത്ത വളരെ വിഷമിപ്പിക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ജസ്റ്റ് ലൈക്ക് മെമ്മറീസ് ദാറ്റ് ആർ ബ്ലറി, ഇൻകംപ്ലീറ്റ് ആൻഡ് പെയിൻഫുൾ. അതായത് ചിലത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഓർമ്മ ഉണ്ടാവില്ല. ചില മെമ്മറീസിനെ പറ്റിയിട്ട് അത് അത്രയ്ക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ചിലത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ഇനി ചിലത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇത്തിരി പെയിൻഫുൾ ആയിരിക്കും, പക്ഷേ നമ്മളിലത് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ അതാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചില പാസ്റ്റിൽ നടന്ന ചില മെമ്മറീസിനെ നമ്മൾ റീകളക്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ചിലതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലേ. വെൻ വി ട്രൈ ടു റിമെമ്പർ സംതിങ് ഫ്രം ദ പാസ്റ്റ്, ദ ഇമേജ് ഇൻ അവർ മൈൻഡ് ഇസ് ഓഫൻ അൺക്ലിയർ ആൻഡ് ഡിസ്റ്റോർട്ടഡ്. ചിലത് നമുക്ക് പൂർണ്ണമായിട്ടും അത്രയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. അതുള്ള പോലെയാണ് ഈ ഒരു എക്ലിപ്സിൻ്റെ കാര്യം എന്നാണ് പറയുന്നത്. ഈ എക്ലിപ്സിൻ്റെ സീൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്ക് ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ട്, ഒരു വേഗമായിട്ട്, അല്ലെങ്കിൽ ഒരു അൺസെറ്റിലിംഗ് വിഷനായിട്ട് നമുക്കിവിടെ പറയാം. ലാസ്റ്റ് പാരഗ്രാഫിലും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ആകാശം വളരെ ഡാർക്കായിരുന്നു എന്നും അവർ വേൾഡ് ലുക്ക് സ്ട്രേഞ്ച് ആൻഡ് സംതിങ് ഔട്ട് ഓഫ് എ ഡ്രീം ഓർ എ മെമ്മറി, ഒരു മെമ്മറി മാത്രമായി മാറുകയാണെന്ന്. ഇവിടെ പറയുന്നൊരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. The narrator imagines that this is how the dead might remember the world, unclear, distant and lifeless. അതായത് ഒരു മരിച്ച ആൾ ഭൂമിയെ പറ്റിയിട്ട് അല്ലെങ്കിൽ വേൾഡിനെ പറ്റിയിട്ട് ആലോചിക്കുകയാണെങ്കിൽ അവരുടെ മെമ്മറി എങ്ങനെയായിരിക്കും? അവർക്ക് അത്രയും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അവർ ഓൾറെഡി മരിച്ചല്ലോ, അൺക്ലിയർ ആയിരിക്കും. അവരുടെ ആ ഓർമ്മകൾ അത്ര ഒരു പൂർണ്ണതയുള്ളൊരു ഓർമ്മകളായിരിക്കില്ല, ലൈഫ്ലെസ് ആയിരിക്കും. എന്നതുപോലെയാണ് ഇപ്പോൾ ജീവനോടെ നിൽക്കുന്ന ഈ സോളാർ എക്ലിപ്സ് കണ്ടിട്ടുള്ള ആളുകളുടെ അവസ്ഥയും. അവർക്ക് പോലും നേരാവണ്ണം ചിന്തിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അവരും എന്തായി മാറുകയാണ്, ഈ സോളാർ എക്ലിപ്സിൻ്റെ എഫക്റ്റ് കാരണോടും ഈ മരിക്കാത്ത ആളുകളടക്കം മരിച്ച പോലെ ആവുകയാണെന്നാണ് പറയുന്നത്. ഈ ഒരു സോളാർ എക്ലിപ്സ് കണ്ടപ്പോൾ അവരുടെ മെമ്മറീസ് എല്ലാം ഫെയ്ഡായിപ്പോയി. അവർക്കൊന്നും തന്നെ ഓർക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണോ ഒരു ഡെഡ് ആയിട്ടുള്ള ഒരാൾ, മരിച്ച ആൾ എങ്ങനെയാണോ ഓർക്കുന്നത്, ഭൂമിയെ പറ്റി, വേൾഡിനെ പറ്റി ആലോചിക്കുന്നത്, അതുപോലെയാണ് ഇവരും ആലോചിക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് അവരിങ്ങനെ ഹിൽ ടോപ്സ് ഓഫ് യക്കീമയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് ആ നിൽപ്പോടെ തന്നെ അവർ മരിച്ചു പോവുകയാണെന്ന് പറയുന്നുണ്ട്. ദ നരേറ്റീവ് ഫെൽറ്റ് ലൈക്ക് ദേ വർ ഓൾറെഡി ഡെഡ് സ്റ്റാൻഡിങ് ഓൺ ദ ഹിൽ ടോപ്സ്. ഈ മലമുകളിൽ നിൽക്കുമ്പോൾ അവർ അങ്ങനെ അവിടെ തന്നെ നിന്ന് മരിച്ചുപോയി എന്ന് പറയുന്നു. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ദേ വർ ട്രാപ്ഡ് ഇൻ ആൻ എൻലെസ് എംപ്റ്റി സ്പേസ് സെപ്പറേറ്റഡ് ഫ്രം ലൈഫ്. ജീവിതവുമായി അവർ ഒരുപാട് സെപ്പറേറ്റഡ് ആയി മാറി. അവർക്കൊന്നും നേരവണ്ണം സംസാരിക്കാനോ ഒന്നും നേരെ കാണാനോ ഒന്നും പറ്റുന്നില്ല. ദേ ഹാഡ് നോ ഇമോഷൻസ്, നോ ഫിയർ, നോ ഹാപ്പിനെസ്. എന്ത് മാത്രമാണ് അവരിലുള്ളത്? എംപ്റ്റിനെസ്. ഒന്നുമില്ല, വളരെ വോയിഡ് ആയിട്ടുള്ള ഒന്നാണ്, കംപ്ലീറ്റ്ലി എംപ്റ്റി സ്പേസ് ആണ്. അവരും ഈ ഒരു മൊമെൻറ്റിനെ ഒന്ന് ആലോചിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേ ട്രൈ ടു റിമെമ്പർ ലൈഫ് ബിഫോർ ദിസ് മൊമെൻറ്റ്, ബട്ട് അവർക്ക് അത് ആലോചിക്കാൻ പറ്റുന്നില്ല. മെമ്മറീസ് ഫെൽറ്റ് അൺക്ലിയർ ഓർ ഇൻകറക്റ്റ്. ഒന്നിനെയും പറ്റി ആലോചിക്കാൻ പറ്റുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയ പലതും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി ഒന്നും റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ വളരെ ഒരു ചെറിയ ഭാഗം മാത്രമേ റീകോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇത് തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാ മരങ്ങളും ഉണങ്ങിപ്പോയി, എല്ലാ ലാൻഡും ഫ്രീസായിപ്പോയി. ഈ ഗ്ലേസിയേഴ്സ്, ഹ്യൂജ് ഐസ് മാസസ് എല്ലാ ടൗണുകളെയും കവർ ചെയ്തു. അങ്ങനെ ആ ഒരു വേൾഡ്, ഈ ഒരു ഭൂമി എൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു തോന്നലടക്കം അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഭൂമി ഇല്ലാതായി ലൈഫ്ലെസ് ആയിട്ട് മാറാൻ തോന്നുകയാണെന്നൊക്കെ അവർക്ക് തോന്നുകയാണ്.
ഈ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനും പോലും ജീവിച്ചിരുന്നില്ല. ദർ ഇസ് നോ സൈൻ ദാറ്റ് പീപ്പിൾ എവർ ലിവ്ഡ് ഓൺ ദർത്ത്. അതായത് എല്ലാ ഹ്യൂമൻസും ഈ ഭൂമിയിൽ നിന്ന് ഡിസപ്പിയർഡ് ആയിപ്പോയി, ഇനി ആരും ഈ ഭൂമിയിലില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ റിലേറ്റീവ്സിനെ, അവർ സ്നേഹിച്ചിരുന്ന വ്യക്തികളെ ഒന്നും, അല്ലെങ്കിൽ അവർ പോകാൻ ആഗ്രഹിച്ച പ്ലേസസിനെ പറ്റിയിട്ടും അവർ താമസിച്ച സ്ഥലങ്ങളെ പറ്റിയിട്ടും ഒന്നും അവർക്ക് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. ഫുൾ എംപ്റ്റിനെസ് ആൻഡ് സൈലൻസ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പാരഗ്രാഫിലുള്ള പോയിൻറ്റ്സ് ഒക്കെ കൊടുക്കാം. അതിന് മുമ്പും ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് പോയിൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഹസ്ബൻഡിൻ്റെ മുഖം തിരിച്ചറിയാൻ സാധിച്ചില്ല, അദ്ദേഹം വളരെ ഏജ്ഡായിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഒക്കെ ആയിട്ടുള്ള രൂപമാണ് കണ്ടത്. നമ്മുടെ ഡ്രസ്സിൻ്റെ പോർഷൻ പോലും നമുക്ക് ബ്ലർഡായിട്ട് കാണാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ചാപ്റ്റർ. ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോയിൻറ്റ്സും അതിൽ വരുന്നുണ്ട്. കുറച്ച് തീംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് എംപ്റ്റിനെസ്. അവസാന പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ഒന്നുമില്ലാതെ ഒരു ലൈഫ്ലെസ് ആയി മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അത് നമുക്കൊരു തീമായിട്ട് പറയാം. അതുപോലെ മെമ്മറി ആൻഡ് ഫൊഗെറ്റ്ഫുൾനെസ്, നമ്മൾ ഇതിൽ ഒരുപാട് മെമ്മറീസിനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഐസൊലേഷൻ, ലോൺലിനെസ്, ദി എൻഡ് ഓഫ് ദ വേൾഡ്, പിന്നെ ലൈറ്റ് വേഴ്സസ് ഡാർക്ക്നെസ്. അതായത് സൂര്യൻ എപ്പോഴും ഭൂമിയിൽ പ്രകാശിച്ച് നിൽക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഊർജ്ജമാണ് അല്ലേ, സത്യം പറഞ്ഞാൽ നമുക്കൊരു സ്ട്രെങ്ത്താണ്. അതേസമയം ഒരു സോളാർ എക്ലിപ്സിൻ്റെ കുറച്ച് നേരത്തെ ആ ഒരു ഫിനോമിനനിൽ മൂൺ വന്ന് കവർ ചെയ്തപ്പോൾ തന്നെ ഈ ലോകത്തിലെ എല്ലാം വളരെ ലൈഫ്ലെസ് ആയി മാറി. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് എത്രമേൽ ആവശ്യമുള്ള ഒന്നാണെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ദ മീനിങ്ലെസ്നെസ് ഓഫ് ലൈഫ്, അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീമാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചാപ്റ്റർ. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്താൽ മതി. താങ്ക് യു.